വണ്ടി കരുതണ്ടാവും എന്താ ഫുള്ളാക്ക്. MALLU 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 MALLU. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കില്ല, ഞാനും സുഖമായിട്ടിരിക്കുന്നു. കോപ്പം കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാണ്, തട്ടിമുട്ടി പോണോ അല്ലടി. ഭാഗ്യച്ചെവിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആക്കിയിട്ട് എന്താ ചെയ്യുക, ഓരോ തിരക്കും ഓരോ കാര്യങ്ങളും ഓരോ പരിപാടികളായിട്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി പോകണം, അതിൻ്റെ ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആദ്യം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം, അതായത് നമുക്ക് ബാക്കി പറയാം. ഓക്കെ അല്ലേ ഗൈസ്? ഇന്ന് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകണം. അറിയാലോ, നമ്മളിതിന് മുന്നേ കുറേ ആൾക്കാരെ അതുപോലെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു സന്തോഷം, അവർ സന്തോഷിക്കുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ആർക്കാണ് സന്തോഷം കിട്ടുന്നതൊക്കെ അറിയില്ല. അറിയാലോ, ഞാനിതിന് മുന്നേ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോറിക്ഷക്കാരെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആരാ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊരു വണ്ടിക്ക് കൈയ്യോട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക്, ആ വരുന്ന ഓട്ടോറിക്ഷയിൽ എണ്ണ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയാവും, അതുമാതിരി എണ്ണ അടിച്ചു കൊടുക്കും. ഒരു ദിവസം ഒരു 500-400 റുപ്യ, ഒരു 6 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വണ്ടി ഓടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ആൾക്കുള്ള ഒരു ദിവസത്തെ ആ ആളുടെ വണ്ടിക്കുള്ള ഓട്ടത്തിൻ്റെ പൈസയും അവരെ വണ്ടിക്ക് ഒരു ഫുൾ ടാങ്ക് എണ്ണി അത് ഞാൻ അടിച്ചു കൊടുക്കും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകട്ടോ. ഏതൊരു വണ്ടിക്ക് നമുക്ക് കയ്യാട്ടാ. ഓക്കെ, ആരെ പേരൊന്നും എനിക്കറിയില്ല, ഏതൊരു വണ്ടിക്ക് നമുക്ക് കയ്യാട്ടാ. ഓക്കെ, ഗായ്സ്, ഇത് നിനക്ക ഇതിന്റെ ഇന്നറിയുന്ന ആളെ സുബൈറിനെ കേട്ടോ. അനക്ക് നല്ല ഭാഗ്യം കിട്ടുന്നേ, സത്യം ഭാഗ്യമുണ്ട്. ഇന്ന് എത്ര രൂപയ്ക്ക് ഓടി? എന്നാ വണ്ടി എടുക്ക്. എന്താണ് കേട്ടില്ല? ഞാൻ വണ്ടി അവിടെ മഞ്ചക്കാലുണ്ട്. ഞാൻ വെറുതെ വന്നാണ്, വണ്ടി വല്ല പോയിക്കോട്ടെ. അനക്ക് നല്ല ഭാഗ്യണ്ടെന്ന്. ആ സത്യം, കണക്ക് ഭാഗ്യണ്ട്. ആ മന്തിയാണ് പോട്ടെ. ഇത് സുബൈർ മഞ്ചക്കാലിൽ തന്നെയാണ്. അതായത് ഞാൻ സുബൈറിന്റെ സ്റ്റാൻഡിലും ഓടേണ്ടത്, നമ്മളെ കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ നമ്മളെ ഗുരുവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും സുബൈറിനെ സന്തോഷിപ്പിക്കാം. ആ പമ്പ് കയറ്റി വണ്ടി, പമ്പില് ആ ഡീസലിനോടെ കൊണ്ടുവരുത്. എൻ്റെ വണ്ടിയിൽ എത്ര എണ്ണ ഉണ്ട്? ആ എണ്ണ എനിക്ക് അതെ ചുവപ്പ് കാണണ്ടോ? ആ ചുവപ്പ് എണ്ണ അല്ലേ? ഓക്കെ, അനക്ക് നേരെ ഫുള്ളാക്കി കൊണ്ട് അറ്റത്തേക്ക് പോന്നോട്ടെ. വണ്ടി കരുതണ്ടാവും എന്താ ഫുള്ളാക്ക്. ആയില്ലേ? അയ്യോ, ആ ഓക്കെ. ഞാൻ കുറേ ഇതിന് ശേഷം ഞാനൊന്ന് വണ്ടി ഓടിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ മഞ്ചക്കലിക്ക് വരാറുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാറില്ല, കാക്കിയിട്ട് തന്നെ ഓടിക്കുക. കാക്കി സത്യം പറഞ്ഞല്ലേ, ഞാനൊന്ന് മഞ്ചക്കലിക്കാൻ ഇത് കാക്കി ഇടാറുണ്ടല്ലോ കേട്ടോ. സുബൈറിൻ്റെ കാക്കിയാണ് എന്നിട്ടാ മറ്റേ ബീജം കേട്ടോ. പോവാ. ഓട്ടോറിക്ഷ എങ്ങനെ ഇരിക്കാറ്? എന്നാ പോവാ. എന്നെ ഫുള്ളായി ഗൈസ്, സൂചി ഫുള്ളേക്ക് എത്തി. അപ്പോൾ ഓക്കെ ഗൈസ്, സുബൈർ എന്തായാലും ഒരു ദിവസത്തെ എണ്ണ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. സുബൈർ ഹാപ്പി അല്ലേ? സുബൈറിനെ പറ്റി എനിക്ക് കുറെ പറയാനുണ്ട്. കാരണം പിന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഗുരുവാണ്, എന്നെ പ്രേമിക്കാൻ പഠിപ്പിച്ച ആളാണ്.
ഇങ്ങനെയൊന്നും കരുതണ്ട. 2009-10 വേറെ ലെവലായിരുന്നു. നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റി, അത് നമ്മളെ സന്തോഷം. സുബേറെ മഞ്ചക്കല്ലിൽ നിന്ന് വല്ലപ്പോഴേക്ക് എത്ര റുപ്യ വാടക? 200 ഗേറ്റിന്റെ അവിടുത്തെ ഗേറ്റിന്റെ അവിടേക്ക് 200 റുപ്യ. അപ്പൊ നമുക്ക് ഓൻ ഇന്നത്തെ ഒരു കൂലി നമുക്ക് മൊത്തം 1200 റുപ്യ കൊടുക്കാം. അതെന്തിനാ? ഇത് വെച്ചോ, സന്തോഷാണ് ഇന്റെ ഇത് സന്തോഷം. വെക്കി, ഇത് നമ്മുടെ സന്തോഷം. ഏ ഗായ്സ്, എന്നോട് നല്ല സുഖമായിട്ടിരിക്കല്ലേ? സുന്ദരി സുഖല്ല എന്റെ കുട്ടിക്ക് അല്ലേ? എന്തൊരു മടിക്കച്ചന്. അപ്പൊ അച്ഛനും പറഞ്ഞടാ. അപ്പൊ ഓക്കെ ഗായ്സ്, ഞങ്ങളിത് രാവിലെ അപ്പൊ ആണക്കാരും അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഞങ്ങള് രാവിലെ ഞാൻ അപ്പൊ ഒരു വീഡിയോ കണ്ടില്ലേ, ഞങ്ങളിത് സുബൈറിനെ സന്തോഷിപ്പിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മേനെ പോലീസോട് ബാങ്കിക്ക് കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിന്ന് ബാങ്കിക്ക് പോകണം. അത് കഴിഞ്ഞ് ചില്ലറ കുറച്ച് പരിപാടികളുണ്ട്. ബിസി എന്ന് പറഞ്ഞ ഗൈസ് ഫുൾ ബിസിയാണ്. നമുക്ക് സത്യം പറഞ്ഞ സമയമല്ല. അതാണ് നമുക്ക് ഈ സത്യം പറഞ്ഞ ഒരു ദിവസം 24 hours പോരാ. നമ്മളൊരു വൺ ഡേ എന്ന് പറഞ്ഞാൽ 48 hours ആവണമെന്നാണ് നമുക്ക് ആഗ്രഹം. കൂട്ടിത്തരണം, ദൈവം നമുക്ക് അങ്ങനെ ആക്കി തരണം എന്നാണ്. അപ്പൊ എന്നാലും ഓക്കെ, നമുക്ക് ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ, പോയിട്ട് വരാം. രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചത്ത് 12 ഞാൻ അക്ഷരപ്പാടപ്പ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പേക്ക് ഞാൻ ചോറ് കുടിക്കാം. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വിശക്കണില്ല. അപ്പൊ ചോറുണ്ട്. അപ്പൊ 37 വന്നിട്ട് അപ്പേക്ക് ചോറ് വേണമെന്ന്. ഇനി മാമ വേണോ? വേണോ? മാമ വേണോ? എച്ചി വേണോ? എച്ചി വേണോ? എച്ചിയും ചോറും കൂടി വേണോ? വേണോ? എച്ചിയും ചോറും കൂടെ കുറച്ചെടുക്കാം അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ ചോറും ക്രിക്കറ്റ് വരുന്നില്ലേ? അയ്യോ, എന്ത് മറ്റേ വേറെന്തോ പറയാൻ രസമുണ്ടോ? കിട ബേബി ഇപ്പൊ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരും ഗൈസ്. അപ്പേക്ക് ഞാൻ ഒന്ന് കടക്കട്ടെ, 2-3 വീഡിയോസ് എടുക്കുകയാണ് ഇനി നമുക്ക്. ഹേ ഗൈസ്, എന്താ പറഞ്ഞ എല്ലാവരും? ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്ത വീഡിയോ ആട്ടോ. സത്യം പറഞ്ഞപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാനും ഇൻസ്റ്റാഗ്രാം റീലുകൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയങ്ങൾ ഒഴിഞ്ഞു വെക്കുന്നത്. കാരണം ആദ്യത്തെ പോലെ യൂട്യൂബിന് വേണ്ടിയിട്ട് കുറേ സമയങ്ങൾ നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു വെക്കാറില്ല. കാരണം എന്തോ ഇപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റ് വീഡിയോ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ FB-ലും വീഡിയോ പോസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ മറ്റേ FB-ൽ കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റ് ആക്കിയിരുന്നു. ഇപ്പോൾ പറഞ്ഞ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ മിഞ്ഞാ തൊട്ടുള്ള ഇൻസ്റ്റാഗ്രാം റീൽസും തുടങ്ങിയത്. അപ്പോൾ എന്തായാലും അത് സുബൈർ നമ്മളെ മഞ്ചക്കലുള്ള തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ എന്തായാലും സുബൈർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഓരോരുത്തരെ ഡെയിലി സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എൻ്റെ കൂടെ എല്ലാം നിൽക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എനിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ വെറുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് വളരെ സന്തോഷമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, കിടബേബി മുളുമ്പാട് അവിടെ അസിക്കാൻ്റെ വണ്ടിയുമ്പോൾ കിടന്നിട്ട് എന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ് രാവിലെ ഒന്നാമത് രാത്രി ഉറക്കം ഉണ്ടാവണില്ല. അപ്പോൾ ഫുള്ള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകലാകുമ്പോൾ ഭയങ്കര. അപ്പോൾ രാത്രി ഉറക്കം വരില്ല, പകല് അവർ പാത്തി ഇരിക്കാനുള്ള ടൈമും ഇല്ല. കാരണം എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടിയെടുക്കും. ഇപ്പോൾ തന്നെ രാവിലെ ഇറങ്ങി സത്യം പറഞ്ഞ് രാവിലെ 8-8:30 എണീച്ചിട്ട് ഫുള്ള് തിരക്കാതെ. അപ്പോൾ വെയ്പ്പ് സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ക്ലോക്ക് ഓടുന്നില്ല. സമയം വൈകുന്നേരമാണ്, 5 മണിയായി തോന്നുന്നുണ്ട്. 5 മണിയാണ് കിടബേബി വന്നിട്ട് പോകുന്നത്. 5-5:30 മണിയായിരുന്നു. ഇതുവരെ ആദ്യം പറഞ്ഞ ഓട്ടായിരുന്നു. എപ്പോഴാണ് ഒരു പാത്ത് വന്നിരുന്നത്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല, ചോറ് കഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചായ കുടിച്ചൊരു പാത്ത് ഇരുന്ന് ഇനിയിപ്പോൾ 2-3 സ്ഥലത്തേക്ക് പോകാണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പെരിന്തൽമണ്ണ പോകണം, വടക്കാഞ്ചേരി പോകണം, കുറച്ച് 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ആക്കണം. അപ്പോൾ എന്തായാലും ഓക്കെ, നാളെ നല്ലൊരു വീട്ടിൽ വരാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കാം. നാളെ വീഡിയോ ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷേ ശ്രമിക്കാം, മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, നാളെ നല്ല വീട്ടിൽ വരാം. ടാറ്റ.